ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ഐ എം റിയലി സോറി, രാവിലെ ഗ്രൂപ്പിൽ എനിക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഞാൻ എത്തിയത് വെളുപ്പിന് 2 മണിയാണ്. എല്ലാം കഴിഞ്ഞ് എല്ലാം എടുത്തു വെച്ച് കിടന്നപ്പം 2:30 3 മണിയായി. ഇവിടുത്തെ 2:30 കഴിഞ്ഞു. അതിന് ശേഷം ഉറങ്ങിപ്പോയി. അലാറം വെക്കണമെന്ന് ഞാൻ ഓർത്താണ്, ഞാൻ മറന്നുപോയി. പിന്നെ കണ്ണ് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും സമയം കഴിഞ്ഞു പോയി. പിന്നെ ലേറ്റായിട്ട് ഞാൻ അപ്ഡേറ്റ് ഇട്ടായിരുന്നു. ഐ എം റിയലി സോറി, ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, അപ്പം നമുക്ക് മാർക്കറ്റിലേക്ക് വരാം. നമ്മൾ മാർക്കറ്റിൽ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ അടിവാരത്തേക്കുള്ള യാത്രയിൽ തടസ്സങ്ങൾ പലതും ഉണ്ട്. എങ്കിലും ആ തടസ്സങ്ങളൊക്കെ ഭേദിച്ച് അണ്ണൻ മുന്നോട്ട് പോകും എന്നാണ് എൻ്റെ ഒരു കരുതൽ. അപ്പോൾ ഇതിനകത്തിൽ ഇപ്പം നമുക്ക് ഇന്ന് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഘടകവിരുദ്ധമായിട്ട് നേരെ ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് ആയിരുന്നു, അല്ലേ? അതായത് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു. ഞാൻ രാവിലെ ഒന്നും നോക്കിയൊന്നുമില്ല, എങ്കിലും കണ്ട ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പറയാം. മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു, അല്ലേ? ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് പോയതിന് ശേഷം ഒരു മാർക്കറ്റ് താഴോട്ട് വരാൻ ശ്രമിച്ചു. 2 ക്യാൻഡിലിൽ താഴോട്ട് വരാൻ ശ്രമിച്ചു. പക്ഷേങ്കിൽ അവിടുന്ന് തിരിച്ച് മാർക്കറ്റ് കയറാൻ ശ്രമിച്ചു. ആക്ച്വലി എൻ്റെ സെറ്റപ്പിൽ, അല്ല ഞാൻ ഇന്നലെ പറഞ്ഞ പ്രീ മാർക്കറ്റിൽ നമുക്ക് ഇങ്ങനൊരു സെറ്റപ്പ് ഇല്ല. ഓക്കെ, എടുത്തവരുണ്ടായിരിക്കും. റിസ്കി ട്രേഡേഴ്സ് നമുക്ക് ധാരാളം ഉണ്ട്. നമ്മുടെ ഗ്രൂപ്പിൽ റിസ്കി ട്രേഡേഴ്സ് ധാരാളം ഉണ്ട്. അവർ നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അവർ റിസ്ക് എടുക്കുന്നതിനനുസരിച്ച് അവർക്ക് റിവാർഡും കിട്ടും, ഇല്ലേ? പക്ഷേ ബിഗിനേഴ്സ് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ഒരു കുറച്ച് എക്സ്പീരിയൻസ് ആയതിനു ശേഷം മാത്രം കൃത്യമായ എൻട്രി കിട്ടി അങ്ങനെ ട്രേഡ് എടുത്ത് പരിശീലിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇങ്ങനെയുള്ള റിസ്കി ട്രേഡുകൾക്ക് പരീക്ഷിക്കുക. അപ്പം നമുക്കിവിടെ ഒരു ബിഗിനറിന് ഇവിടെ ഒരു ട്രേഡ് ഇല്ല. നിങ്ങൾക്ക് എവിടെയെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഇല്ല. ഓൺലി റിസ്കി ട്രേഡേഴ്സാണ്. റിസ്കി ട്രേഡേഴ്സ് എന്താ ചെയ്യുന്നത്? മാർക്കറ്റ് ഫസ്റ്റ് ഇവിടുന്ന് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു, റിജക്ഷൻ വന്നു. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോയി, വീണ്ടും റിജക്ഷൻ വന്ന് ക്ലോസ് ചെയ്തു. അടുത്തൊരു ക്യാൻഡിൽ, ഒരു ഗ്രീൻ ക്യാൻഡിൽ, അതായത് ഒരു ഇതിനെ വെല്ലുന്ന പ്രീവിയസ് ക്യാൻഡിലിനെ വെല്ലുന്ന ഒരു ക്യാൻഡിൽ ഇവിടെ ഫോമായി, ഇല്ലേ? ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോമായി. അപ്പോൾ അവരെന്ത് ചെയ്യും? അവരുടെ സ്റ്റോപ്പ് ലോസ് ഒക്കെ ഇച്ചിരി കൂടുതലായിരിക്കും. അവരിവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ഇവിടെ ഒരു ട്രേഡ് എടുക്കും. ആ ട്രേഡ് അവർക്ക് നമ്മൾ വരച്ച ലൈൻ കൃത്യമായിട്ട് റെസ്പെക്റ്റ് ചെയ്ത് അവിടെ തട്ടിപ്പ് തന്നെ അവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് കാണും. വീണ്ടും അവിടെ നിന്ന് റിവേഴ്സൽ വന്നപ്പോൾ ഈ റിവേഴ്സലിൽ പലരും ട്രേഡ് എടുത്തിട്ടുണ്ടായിരിക്കും. കാരണം എന്താ? ഇതിനെ വിഴുങ്ങുന്ന ഒരു റെഡ് ക്യാൻഡിലാണ് ഇവിടെ വീണത്, അല്ലേ? അപ്പം മാർക്കറ്റ് റിവേഴ്സ് ആണെന്ന് വിചാരിച്ച് അവരിവിടെ ഈ ലൈനിൽ തന്നെ സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് ഇവിടുന്ന് ഒരു ട്രേഡ് എടുത്താണ്. പക്ഷേ അവർ ട്രേഡിൻ്റെ SL അടിച്ച്. പക്ഷേ ഒരു ബിഗിനറിന് ഇവിടെ ട്രേഡ് ഇല്ല. ഓക്കെ, കാരണം ഇത് നമുക്കിവിടെ ട്രേഡ് എടുക്കണമെങ്കിൽ ഇത് വലിയ ക്യാൻഡിൽ, നമുക്കിവിടെ ട്രേഡ് എടുക്കാൻ പറ്റത്തില്ല, അല്ലേ? ഒരു ഏകദേശം 10, 30, 35, 40 പോയിൻറ്റിൻ്റെ ഒരു ക്യാൻഡിലാണ്. അപ്പോൾ നമുക്കവിടെ ഒരു ട്രേഡ് ഇല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊരു ട്രേഡ് എടുക്കാൻ പറ്റത്തില്ല. ഇല്ലെങ്കിൽ പലരും ചിലപ്പോൾ ഇത് റീടെസ്റ്റ് ആണെന്ന് വിചാരിച്ച് എടുത്ത് കാണും. അതും ഒരിക്കലൊന്നും ഒരു സക്സസ് ആയിട്ടുള്ള സംഭവമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞത്, നമുക്ക് ഇവിടെ ഇങ്ങനൊരു സെറ്റപ്പ്, ഞാനാണെങ്കിലും എനിക്ക് ഇങ്ങനൊരു സെറ്റപ്പ് ഇല്ല. കാരണം നമുക്കെന്താണ്? സെറ്റപ്പ് മുഴുവൻ താഴോട്ടാണ്, ട്രേഡാണ്. ഒക്കെ നമുക്ക് ഇനി ആ ട്രേഡിനെ ശ്രദ്ധിക്കാം. അപ്പോൾ ഇപ്പോൾ ഈ ഒരു പോക്ക്, അതായത് 600 ഇവിടുന്ന് ഏകദേശം ഒരു 700 നിന്ന് മാർക്കറ്റ് ഏകദേശം 900 വരെ ഒരു 200 പോയിൻറ്റിൻ്റെ റാലി മാർക്കറ്റ് നടത്തി. എന്തിനു വേണ്ടിയുള്ള റാലിയാണെന്നുള്ളത് ഒരു പിടുത്തവും ഇല്ല. കാരണം അവർ എന്താണ് ഉദ്ദേശിച്ചത് അത് സാധിക്കാൻ വേണ്ടി മാർക്കറ്റിനെ പർപ്പസ്ഫുള്ളി മുകളിലോട്ട് കൊണ്ടുപോയി. അതിനുശേഷം എത്ര കയറിയോ അത്രയും തന്നെ മാർക്കറ്റ് താഴെ വീണു. ഇത് കണ്ടോ? ഇവിടം വരെ ഞാൻ ഓൾറെഡി ഗ്രൂപ്പിൽ കമൻറ്റ് ഇട്ടായിരുന്നു. നിങ്ങൾ എത്ര പേർക്ക് നടത്തില്ല. നിങ്ങൾ വളരെ ഇവിടെ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, വളരെ സൂക്ഷിക്കണം. നിങ്ങൾ സൂക്ഷിച്ച് വേണം ട്രേഡ് ചെയ്യാനെന്ന് ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു. കാരണം ഇവരെന്തിനു വേണ്ടിയാണോ ഈ മാർക്കറ്റിനെ ഇത്രയും മുകളിലോട്ട് കൊണ്ടുപോയത് അവരത് സാധിച്ചു. എന്തിനു വേണ്ടിയാണ്? ഇത്രയും പൊട്ടിക്കാൻ വേണ്ടി. അപ്പോൾ അവർ കൃത്യമായിട്ട് ഇത്രയും പൊട്ടിച്ച് അവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത ശേഷം മാർക്കറ്റ് വീണ്ടും ശേഷം ഒരു കൺസോൾട്ടേഷൻ സ്റ്റേജിലേക്ക് മാർക്കറ്റ് പോയി. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്ന് സംഭവിച്ചത്. അപ്പം നമുക്ക് താഴോട്ടുള്ള ട്രേഡ് നോക്കാം. ഇതിൻ്റെ ഈ കഥ ഞാൻ പിന്നെ പറയാം. മാർക്കറ്റ് നമുക്ക് താഴോട്ട് നോക്കാം. താഴോട്ട് എങ്ങനെ ഒരു ട്രേഡ് നോക്കിയേ? ബിഗിനേഴ്സ് ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾ ഈ ബിഗിനേഴ്സ് ചാടി കയറി ട്രേഡ് എടുക്കാതെ നിങ്ങൾ ആദ്യം കുറച്ച് നാൾ മാർക്കറ്റിനെ വീക്ഷിക്കുക. ഒരു 10, 15, ഒരു മാസം നിങ്ങൾ കൃത്യമായി മാർക്കറ്റിനെ വീക്ഷിച്ചതിന് ശേഷം നിങ്ങൾ പേപ്പർ ട്രേഡ് ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ ഐഡിയകൾ പേപ്പർ ട്രേഡിനകത്ത് ചെയ്തിട്ട് നിങ്ങൾക്കൊരു കൺവിക്ഷൻ വന്നതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക. അല്ലാതെ ഒരാഴ്ച കൊണ്ടൊന്നും ഒരിക്കലും ഓപ്ഷൻ ബാങ്കിനകത്തിൽ നിങ്ങൾക്കൊരു വലിയ ആളാകാമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കില്ല. അങ്ങനെ ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വെറും വിദ്യാധാരണയാണ്. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ
ട്രേഡ് ചെയ്യുമ്പം ആദ്യം നിങ്ങളൊരു പേപ്പർ ട്രേഡ് ചെയ്ത് നോക്കുക. നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ അവിടെ പരീക്ഷിച്ച് നോക്കുക. അവിടെ പരീക്ഷിച്ച് നിങ്ങൾക്ക് എവിടെയെങ്കിലും തെറ്റുകുറ്റങ്ങളോ പോരായ്മകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ റിയൽ മണി വെച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇതേ എനിക്ക് പറയാനുള്ളൂ. എപ്പോഴും ഞാനിത് പറയുന്നതാണ്, വീണ്ടും ഒന്നുകൂടെ ആവർത്തിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ട്രേഡിലൂടെ ബിഗിനേഴ്സിനുള്ള ട്രേഡ് നോക്കാം. മാർക്കറ്റ് ഇതിന് ശേഷം മാർക്കറ്റ് ഇവിടുന്ന് പിന്നെയും ബ്രേക്ക് ചെയ്തു ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ഇല്ലേ? അതിനുശേഷം ഹൈ ക്രിയേറ്റ് ചെയ്ത് ചെറിയ റിജക്ഷൻ വന്നു, നമുക്കറിയത്തില്ല ഇവിടുന്ന് ഇവിടെ ഇത്രയും വേണ്ട, ഇവിടുന്ന് നമുക്ക് മാർക്കറ്റ് എങ്ങോട്ട് പോകും നമുക്കറിയത്തില്ല. അതിനുശേഷം നെക്സ്റ്റ് ഒരു ക്യാൻഡിൽ എന്ത് സംഭവിച്ചത്? ഒരു റെഡ് ക്യാൻഡിൽ വീണു, ഇല്ലേ? ഒരു റെഡ് ക്യാൻഡിൽ വീണ് ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തു. മാർക്കറ്റ് 1-2 പ്രാവശ്യം കൺസോൾട്ടേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ ഈ കൺസോൾട്ടേഷൻ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എല്ലാം ഫുൾ ഇൻ ദി റിജക്ഷനാണ്, ഇല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ റിജക്ഷനൊക്കെ കാണുമ്പം ഒരു ബിഗിനർ അല്ല, ഒരു റിസ്കി ട്രേഡർ അവൻ ഇവിടെ സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് അവനിവിടെ ട്രേഡ് പ്ലേസ് ചെയ്യും, ഒരു ട്രേഡ് പ്ലേസ് ചെയ്യും. പക്ഷേ ബിഗിനറിന് ഇവിടെ ട്രേഡ് ഇല്ല. ബിഗിനർ ഇവിടെ അല്ലേ ട്രേഡ്? ഞാൻ കാണിച്ചു തരാം എവിടെയാണ് ബിഗിനറിന്, എവിടെയാണ് ട്രേഡ്? ഇതുകൂടെ അങ്ങ് കളഞ്ഞേക്കാം. ഇത് നിങ്ങൾക്ക് വരുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് വരും. ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യണേ. ഒരു സെക്കൻഡ്, ഇവനെ കളയാം, വരുന്നില്ലല്ലോ. ഓക്കെ, ഇവിടെ ഒരു ബിഗിനർ എങ്ങനെയാണ് ട്രേഡ് ഉള്ളത്? മാർക്കറ്റ് വന്നു, നമ്മുടെ ലൈൻ ഇവിടെ കിടപ്പുണ്ട്, ഇല്ലേ? മാർക്കറ്റ് ഇവിടെ ശേഷം ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്തു, മാർക്കറ്റ് പെട്ടെന്നൊരു ബ്രേക്ക് ഡൗൺ നൽകി, ഇല്ലേ? അപ്പോൾ പക്ഷേ നമുക്കിവിടെ ട്രേഡ് ഉണ്ട്. ഇവിടെ നമ്മുടെ ക്രൈറ്റീരിയ ഫുൾഫില്ലായി. പക്ഷേ ഈ ക്യാൻഡിൽ എന്താണ്? വലിയ ക്യാൻഡിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ലോസ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ എന്താ പറയുന്നത്? നമ്മൾ റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ഇതാ നോക്കുക, സെക്കൻഡ് ക്യാൻഡിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോമായി, തേർഡ് ക്യാൻഡിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ തന്നെയായിരുന്നു. ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ വന്ന് ടച്ച് ചെയ്ത് റെഡിൽ ക്ലോസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്തു? ചെറിയ സ്റ്റോപ്പ് ലോസ് കിട്ടി, അല്ലേ? ഇവിടെ മാർക്കറ്റ് ഒരു റീടെസ്റ്റ് കിട്ടി. റീടെസ്റ്റിന് ശേഷം മാർക്കറ്റ് റീടെസ്റ്റ് കിട്ടി, അതിനുശേഷം മാർക്കറ്റ് താഴോട്ട് വന്നു. അപ്പോൾ നമുക്ക് ഈ റീടെസ്റ്റിൽ ഞാൻ നമ്മുടെ സെമിനാറിൽ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും ഇങ്ങനെ വലിയ ക്യാൻഡിൽ വിടുവാണെങ്കിൽ റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മൾ ട്രേഡ് എടുക്കരുത്. ഇവിടെ നമുക്ക് റീടെസ്റ്റ് കിട്ടിയില്ലേ? ഈ ക്യാൻഡിൽ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അടുത്ത ക്യാൻഡിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോമായി, അതിനുശേഷം ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോമായി, ക്ലോസിങ് റെഡ് ക്യാൻഡിൽ കിട്ടി, റിജക്ഷനും വന്നു. അപ്പം പക്കായി, ഇല്ലേ? അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസും വളരെ ചെറുതായി. ഇതിൻ്റെ മുകളിൽ 5-10 പോയിൻറ്റിന് മുകളിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ സ്റ്റോപ്പ് ലോസിൽ നമുക്കിവിടെ ഒരു ട്രേഡ് പരീക്ഷിക്കാം. ക്ലിയർ ആയില്ലേ ഞാൻ പറഞ്ഞു? ഇത് ഓൾറെഡി ഞാൻ സെമിനാറിലും കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് എന്ത് ചെയ്തു? നമ്മളിവിടെ ഒരു ട്രേഡ് എടുത്തു. നമുക്ക് കൃത്യമായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് അടുത്തൊരു അടിപൊളി സൂപ്പർ ഒരു ക്യാൻഡിൽ വന്നു. അതിനുശേഷം റിജക്ഷൻ വന്നു. നിങ്ങൾ എത്ര പിടിച്ചോ അത് നിങ്ങളുടെ കഴിവ്. അപ്പോൾ ഞാൻ ഇവിടം വരെ മാർക്കറ്റ് ഇവിടെ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി നിങ്ങൾ PE-ക്കാർ വളരെ കെയർഫുൾ ആയിരിക്കണം. കാരണം മാർക്കറ്റ് റിജക്ഷൻ സാധ്യതയുണ്ട്. ഓപ്പണിംഗ് ഇന്നത്തെ ലോ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ വളരെ പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞിരുന്നു. നമ്മൾ ഇന്നത്തെ ലോ ശ്രദ്ധിക്കണം, അവിടുന്ന് പിന്നെ സൂക്ഷിക്കണം എന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. അതിനുശേഷം മാർക്കറ്റ് അവിടെ നിന്ന് റിജക്ഷൻ വന്നു. അതിനുശേഷം പിന്നെ മാർക്കറ്റ് കൺസോൾട്ടേഷൻ ആയിരുന്നു. ഓക്കെ, അപ്പം ഇവിടുന്ന് ഇവിടം വരെ ഉള്ള ഒരു ട്രേഡിൽ നിങ്ങൾക്ക് സുന്ദരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഓപ്പർച്യൂണിറ്റി നല്ലപോലെ ഉണ്ടായിരുന്നു. എത്ര പേര് ക്യാപ്ചർ ചെയ്തു എന്ന് എനിക്കറിയത്തില്ല. അതിനുശേഷം പിന്നെ മാർക്കറ്റ് പോയി. പിന്നെ ഇവിടെ നമുക്കൊരു ട്രേഡ് ഇല്ല. ഇവിടെ ഒരു ട്രേഡ് ഉണ്ട്, വേണമെങ്കിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ ഒരു ട്രേഡ് ഉണ്ട്. നമുക്കൊരു ആസ് പെർ നമ്മുടെ ക്രൈറ്റീരിയ വെച്ചിട്ട് നമുക്കിവിടെ ഒരു 80% ക്ലോസിങ് കിട്ടി. നമുക്ക് ട്രേഡ് എടുക്കാം. ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ട്രേഡ് എടുക്കാം. എടുത്തവർക്ക് ഒരു 10-50 പോയിൻറ്റ് 60 പോയിൻറ്റ് കിട്ടിക്കാണും. അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നമ്മൾ ഓപ്ഷൻ ബൈങ്ങിനകത്തിൽ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആക്ഷൻസ് വളരെ ഫാസ്റ്റ് ആയിരിക്കണം. നമ്മൾ തീരുമാനം എടുക്കുന്നത് വളരെ വേഗത്തിലായിരിക്കണം. നമ്മൾ തീരുമാനം നോക്കിക്കൊണ്ടിരുന്നു അതങ്ങനെ ചെയ്യണോ ഇങ്ങനെ ചെയ്യണോ പറ്റത്തില്ല. അതിന് നമ്മൾ ശരിക്കും ചാർട്ടിനകത്ത് പരിശീലിക്കണം. ഡെയിലി കണ്ട് ക്യാൻഡിലിൻ്റെ സ്വഭാവങ്ങൾ കണ്ട് നമ്മൾ പരിശീലിക്കണം. അപ്പം നമ്മുടെ ആക്ഷൻ വളരെ ഫാസ്റ്റ് ആയിരിക്കണം. നമ്മൾ തീരുമാനം എടുക്കേണ്ടത് വളരെ ഫാസ്റ്റ് ആയിരിക്കണം. ഒരു പക്ഷേ തീരുമാനം തെറ്റിപ്പോകാം, ശരിയാകാം. ഓക്കെ, തെറ്റിപ്പോയാൽ നമ്മൾ അതിനെ സ്റ്റോപ്പ് ലോസ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മാനേജ് ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞത്, കൃത്യമായ SL, നമുക്ക് കൃത്യമായ എൻട്രി ഒരു എക്സിറ്റും ഉണ്ടായിരിക്കണം. എൻട്രി എക്സിറ്റും ഇല്ല നമ്മൾ ട്രേഡിനകത്തിൽ കയറാൻ പാടില്ല. അതൊക്കെ ഞാൻ പിന്നെയും പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കുകയാണെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ലോസിനെ നമ്മൾ SL കൊണ്ട് ലിമിറ്റ് ചെയ്യുക. നമുക്ക് പ്രോഫിറ്റ് വരുമ്പം ന്യായം ബുക്ക് ചെയ്ത് മാറുക. പിന്നെ ഇന്ന് ഒരാൾ എന്നെ പേഴ്സണൽ ചോദിച്ചിട്ടുണ്ട്, സാറേ
പലപ്പോഴും എനിക്ക് എൻ്റെ എൻട്രി എല്ലാം വളരെ കറക്റ്റാണ്. ഞാൻ അവർക്ക് അദ്ദേഹത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ഇത് പറയുന്നത്. ഇന്ന് എന്നെ പേഴ്സണലായിട്ട് ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചു, സാർ എൻ്റെ എൻട്രി എല്ലാം കറക്റ്റാണ്, എക്സിറ്റ് എല്ലാം കറക്റ്റാണ്, പക്ഷെങ്കിൽ എനിക്ക് എൻ്റെ എൻട്രി എടുത്ത് ഞാൻ വിചാരിച്ച സൈഡിലോട്ട് തന്നെ മാർക്കറ്റ് പോകുന്നു, പക്ഷേ എനിക്കവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ പെട്ടെന്ന് എക്സിറ്റായി പോകുന്നു. അതിനെന്താണ് ഒരു പോം വഴി? കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എന്ത് ചെയ്യണം? അവരോട് അങ്ങനെയുള്ള പലരും ഉണ്ട്. ഒരു 3-4 പേർ എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ട്, സാർ എൻ്റെ എൻട്രി എല്ലാം കറക്റ്റാണ്, പക്ഷേ എനിക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സാധാരണഗതിയിൽ നിങ്ങളിപ്പോൾ 2-3 ട്രേഡ് എടുക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഇങ്ങനെ ഈ ചോദിച്ചവരെല്ലാവരും. നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യം ഒരു ട്രേഡ് എടുക്കുന്നു, ഒരു ഫസ്റ്റ് ട്രേഡ് എടുക്കുന്നു. ആ ട്രേഡ് നിങ്ങൾക്ക് സക്സസ് ആണെന്ന് വിചാരിച്ചു. സക്സസ് ആയി, നിങ്ങൾ ന്യായം ബുക്ക് ചെയ്തു. ഓക്കെ, ന്യായം ബുക്ക് ചെയ്തതിന് ശേഷം രണ്ടാമത് വീണ്ടും നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി, നിങ്ങൾ ട്രേഡ് എടുക്കുന്നു. ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ സൈഡിലോട്ട് തന്നെ മാർക്കറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബൈ പ്രൈസിൽ എസ് എൽ വെക്കുക. മാർക്കറ്റ് നിങ്ങളുടെ ഡയറക്ഷനിൽ മൂവ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ബൈ പ്രൈസ് നിങ്ങൾ എസ് എൽ വെക്കുക, ട്രേഡിനെ വിട്ടേക്കുക. അതിനുശേഷം ന്യായത്തിനേക്കാൾ കൂടുതലോ ന്യായമായിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരു 50 പോയിൻ്റ് സ്ട്രൈക്കിനകത്തിലോ നിങ്ങൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറുക. ഇല്ലെങ്കിൽ നിങ്ങൾ പിന്നെ ഈ അടുത്ത 50 പോയിൻറ്റിന്, ഇവിടുത്തെ ബൈ പ്രൈസാണ്, അടുത്ത സ്ട്രൈക്ക് പ്രൈസിൻ്റെ 50 പോയിൻറ്റിന് തുല്യമായിട്ടുള്ളിടത്ത് കൊണ്ടുപോയി സ്റ്റോപ്പ് ലോസ് വീണ്ടും ട്രയൽ ചെയ്ത് മേലോട്ട് കയറ്റി വെക്കുക. അതിനുശേഷം നിങ്ങൾ ട്രേഡ് വിടുക. നിങ്ങൾ അങ്ങനെ ആദ്യത്തെ ഒരു ട്രേഡ് മാത്രം ന്യായം ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക, അത് അവിടെ മാറ്റമൊന്നും വരത്തില്ല. രണ്ടാമത്തെ ട്രേഡിന് നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ബൈ പ്രൈസ് എസ് എൽ ഇട്ടിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ നിങ്ങളിത് പരിശീലിച്ച് നോക്കുക. അങ്ങനെ പരിശീലിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു നഷ്ടബോധം, ഈ നഷ്ടബോധമാണ് നിങ്ങളുടെ പ്രശ്നം. ഈ നഷ്ടബോധം വരേണ്ട യാതൊരു കാര്യമില്ല. നിങ്ങൾക്ക് ന്യായം കിട്ടി, നിങ്ങൾക്ക് ന്യായമായിട്ടുള്ളത് കിട്ടി, പിന്നെ ഈ മാർക്കറ്റ് നമ്മുടെ ഡയറക്ഷനിൽ എടുത്തിട്ട് പിന്നെയും അത് മാർക്കറ്റ് പരിധി വിട്ട് മുകളിലോട്ട് പോകുമ്പോൾ നമുക്കൊരു സങ്കടം വരും. ശരിയാണ്, സ്വാഭാവികമായിട്ട് എനിക്കാലും നിങ്ങളെ നമ്മൾ മനുഷ്യരാണ്, നമുക്ക് സങ്കടം വരും. അപ്പോൾ അതിന് പ്രതിവിധിയാണ് ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ബൈ പ്രൈസ് എസ് എൽ ഇട്ടിട്ട് നിങ്ങൾ ട്രേഡ് വിട്ടേക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ന്യായമോ അന്യായമോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അത്രയും ഭാഗം പറഞ്ഞുകൊണ്ട് അതും വിടുന്നു. പിന്നെ ഇന്ന് വേറൊരാൾ എനിക്കൊരു വോയിസ്, ഞാൻ ആ വോയിസ് നോട്ട് ഇടുന്നത് പബ്ലിക്കായിട്ട് കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ ആൾക്കാർ അതെടുത്ത് ഷെയർ ചെയ്ത് പൊങ്കാലെടുക്കും. ഞാൻ നമ്മുടെ ഒരു ഗ്രൂപ്പിൽ ഞാൻ ഇത് ഇട്ടായിരുന്നു, സാറ് തരുന്ന ലെവലുകളെല്ലാം വളരെ കറക്റ്റാണ്, സാറ് ദൈവതുല്യനാണ്, അല്ലെ സാറിന് ദൈവത്തിന് എന്തോ കഴിവുണ്ട്. ഞാനിതൊന്നും വിശ്വസിക്കുന്നില്ല. എൻ്റെ സഹോദരങ്ങൾ, ഞാൻ നിങ്ങളുടെ കാര്യം പറയാം. നമ്മൾ ഈ ചെയ്യുന്നതിന് കൃത്യത എങ്ങനെയാണ് വർദ്ധിക്കുന്നത്? നമ്മൾ കൃത്യത വർദ്ധിക്കുന്നതിന് പ്രധാനപ്പെട്ട കാര്യം മാർക്കറ്റിനെ നമ്മൾ നിരന്തരമായി നിരീക്ഷിക്കുന്നതുകൊണ്ടാണ്. മനസ്സിലായോ? നിരീക്ഷിക്കണം. അല്ലാതെ എനിക്ക് വലിയ ദൈവശക്തിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും, അങ്ങനെയൊന്നും നിങ്ങൾ പറയരുത്, തെറ്റാ. പക്ഷേ എനിക്ക് ദൈവവിശ്വാസമാണ്. ഞാൻ നമ്മുടെ സെമിനാറിൽ പറഞ്ഞല്ലോ, നമ്മൾ എന്ത് സംരംഭം തുടങ്ങിയാലും നമ്മളൊരു ദൈവത്തെ വിളിച്ചുകൊണ്ട് വേണം നമ്മൾ എന്തൊരു കാര്യം തുടങ്ങുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരു കട തുടങ്ങിയാലും നിങ്ങളൊരു സ്ഥാപനം തുടങ്ങിയാലും നമ്മൾ രാവിലെ ഷട്ടർ തുറന്നിട്ട് നേരെ കയറുന്ന കച്ചവടം നടക്കുകയാണ്. അല്ല, രാവിലെ ഇറങ്ങി ആരാണേലും ദൈവം തമ്പുരാനെ ആരെയാണേലും നമ്മൾ ഒന്ന് വണങ്ങി അല്ലെങ്കിൽ തിരി കത്തിച്ചു അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു, നമ്മൾ അങ്ങനെയാണ് ഒരു ദിവസം സംരംഭം നമ്മൾ തുടങ്ങുന്നത്, ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലേ ഒരു കച്ചവടം നമ്മൾ ആരംഭിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ രാവിലെ തുടങ്ങുന്നത് ദൈവത്തെ വിളിച്ചു വേണം നിങ്ങൾ തുടങ്ങാൻ. രണ്ട് നമ്മൾ കൃത്യമായി മാർക്കറ്റിനെ നിരീക്ഷിക്കുക, ന്യൂസുകൾ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതുപോലെ മാർക്കറ്റിൽ എന്താ സംഭവിക്കുന്നത്, ഗ്ലോബലി എന്താ സംഭവിക്കുന്നത്, ഇവ കാര്യങ്ങളൊക്കെ നമ്മൾ ഞാനതുകൊണ്ടാണ് സെമിനാറിൽ പറഞ്ഞത്, നിങ്ങൾ 1 മണിക്കൂറിന് മുന്നെങ്കിലും നിങ്ങൾ ട്രേഡ് ചെയ്യുന്നതിന് മുന്നേ സിസ്റ്റത്തിൽ വന്നിരുന്ന അന്നത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അന്വേഷിക്കണമെന്ന് പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അപ്പം നമ്മൾ മാർക്കറ്റിനെ കൃത്യമായി നിരീക്ഷിച്ച് ചാർട്ടുകളൊക്കെ പരിശോധിച്ച് പുറകോട്ടുള്ള ബാക്ക് ടെസ്റ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായി ഒരു ദിവസം 2 ദിവസം കൊണ്ട് കിട്ടുന്ന കാര്യമല്ല ഇത്. മനസ്സിലായി? നമ്മൾ നിരന്തര പരിശീലനത്തോട് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങളൊരു ശീലം വരുത്തി വെക്കുക. ന്യൂസുകൾ കേൾക്കാൻ ശ്രമിക്കുക, ഡേറ്റകൾ വരുന്നത് നമ്മളെ ബാധിക്കുന്നുണ്ടോ ശ്രദ്ധിക്കുക, ഗ്ലോബലി എന്തെങ്കിലും സംഭവിക്കുന്നത് ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. ഇത് ഒരാൾക്ക് മാത്രമുള്ള കാര്യം, ഇത് റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. അതിന് നിരന്തരമായ നിരീക്ഷണം, പഠനം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യമാണ്. നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. ഇത് വിജയിക്കാൻ പറ്റാത്ത ഇത് വലിയ ബാലികേറാൻ മലയൊന്നും അല്ല. ഓക്കെ, അതുകൊണ്ട് അതും ഞാൻ പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. പഠിത്തം അല്ലാതെ കുറുക്ക് വഴിയില്ല. ഓക്കെ, ബൈപ്പാസ് ഉടായ്പ പരിപാടി അതിനകത്ത് നടക്കത്തില്ല. ഓക്കെ, ഉടായ്പ പരിപാടി നടത്തുന്നവർ ഉണ്ടായിരിക്കാം, പക്ഷെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായി ഇതിനകത്ത് നിന്ന് ന്യായമായി വരുമാനം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ച് ചെയ്യുക. ഒരാളെ ആശ്രയിക്കാതെ സ്വന്തമായിട്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ആദ്യം പറഞ്ഞുകൊണ്ട് അവിടെയും നിർത്തുന്നത്. അപ്പോൾ നമുക്ക് നാളെ മാർക്കറ്റിൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. നാളെ എന്താണ് സംഭവിക്കുന്നത്? നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യം,
നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണ്? ഇതിപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഈ ഒരു ലൈൻ വിട്ടേക്കാം. ഈ ഒരു ലൈൻ നമുക്കിനി വേണ്ട. ഇന്നലെ ഒരാൾ നമ്മുടെ യൂട്യൂബിൽ കമൻറ്റ് ഇട്ടത്, മാർക്കറ്റ് കഴിഞ്ഞ് വരയ്ക്കാൻ എളുപ്പമാണ്. എന്നാൽ നിങ്ങളിങ്ങനെ വരച്ച് കാണിക്കും. മാർക്കറ്റ് കഴിഞ്ഞാൽ വരയ്ക്കാൻ എളുപ്പമാണ്, അതിന് മുന്നേ വരയ്ക്കും. നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും അറിയാം ഞാൻ എന്താ ചെയ്യുന്നത്. പിന്നെ അതിനെപ്പറ്റി ഒന്ന് കൂടുതൽ പറഞ്ഞാൽ വിവാദം ഉണ്ടാക്കാനൊന്നും ശ്രമിക്കുന്നില്ല. പറയുന്നവർ പറയട്ടെന്നേ, നമുക്കതൊരു വിഷയമുള്ള കാര്യമില്ല. പണ്ടൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു ഇങ്ങനെ ആരെല്ലാം എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ. ഇപ്പോൾ അങ്ങനെയുള്ള എന്താ പറയുന്നത്, അങ്ങനെയുള്ള വികാരങ്ങളൊന്നുമില്ല. പറയുന്നത് പറയട്ടെ. കഴിഞ്ഞ പ്രാവശ്യം സെമിനാർ നടത്തിയപ്പോൾ ആൾക്കാർ എന്തെല്ലാം പറഞ്ഞു, ഈ പ്രാവശ്യം സെമിനാർ നടത്തിയപ്പോൾ ആരും ഒന്നും പറഞ്ഞില്ല. കാരണം അവർക്ക് കുറച്ചൊക്കെ മനസ്സിലായി കാര്യങ്ങൾ, ഞാൻ ഈ പറഞ്ഞതിനകത്ത് സത്യാവസ്ഥയാണെന്നുള്ള കാര്യം. എനിവേ, അപ്പം നമുക്ക് ഒന്ന് കറക്റ്റ് ചെയ്യാൻ ഈ ഈ ഒരു ലെവൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഈ ലെവൽ നമുക്ക് ഒന്ന് സെറ്റ് ആവുന്നില്ല. നമുക്കത് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കാം, അത് വേണ്ട. ഒന്ന് സെറ്റ് ആവുന്നില്ല. ഓക്കെ, നമുക്കിനി ഇതിനകത്തിൽ എന്താ ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ, നാളത്തെ റേഞ്ച് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാണ്ട് ഈ ഒരു ഇത് ഓക്കെ, ഇതിനകത്ത് 24,745. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു റേഞ്ച് ലൈൻ. അത് ഞാൻ വരച്ചിട്ടേക്കാം. ഈ റേഞ്ച് ലൈന് അകത്ത് മാർക്കറ്റ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനും ഇടയ്ക്ക് മാർക്കറ്റ് എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നു അങ്ങോട്ട് വേണം നമുക്ക് ട്രേഡ് നോക്കാൻ. വേറെ ഒന്നും വരയ്ക്കേണ്ട, ബാക്കിയെല്ലാം നമ്മൾ ഓൾറെഡി വരച്ചിട്ടിട്ടുണ്ട്. ഇതൊന്ന് കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഇച്ചിരി കൂടെ വേണ്ട, ഇങ്ങനെ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ലൈനാണ് ഇതിനകത്ത് ഇതിനകത്ത് മാർക്കറ്റ് എങ്ങോട്ട് വരുന്നു അങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നു, ആ സൈഡിലൂടെ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ചെറുതായിട്ടുണ്ട്, അതുകൂടെ വേണമെന്ന് വരച്ചിട്ട്. ഇത് ചുമ്മാതെ ഞാൻ വരയ്ക്കുവാണ്, ചുമ്മാതെ കിടന്നോട്ട്. ജസ്റ്റ് ഒരു ചുമ്മാ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ്. വലിയ കാര്യമൊന്നുമില്ല ഇതുകൊണ്ട്, എന്നാലും ചുമ്മാ അവിടെ കിടന്നോട്ട്. ഓക്കെ, വലിയ കാര്യമൊന്നുമില്ല. ചിലപ്പോൾ ഇത് ഇങ്ങനെ തട്ടി ഇങ്ങനെ പോകാനുള്ള സാധ്യതയുണ്ട്. അല്ല, ഇത് ബ്രേക്ക് ചെയ്യാൻ ചുമ്മാ അവിടെ കിടന്നോട്ടെ. ഞാൻ ചുമ്മാ വരച്ചതേ ഉള്ളൂ, അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. കണ്ടപ്പോൾ ഞാൻ അങ്ങനെ വരച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നാളത്തെ ട്രേഡ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കണ്ട് ട്രേഡ് ചെയ്യുക. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിൽ കൃത്യമായിട്ട് അടിപൊളിയായിട്ട് നമ്മുടെ ലെവലുകളൊക്കെ റെസ്പെക്റ്റ് ചെയ്ത് ഇവിടെ വന്നു. ഈ നല്ല റിജക്ഷൻ കിട്ടി ഇല്ല, ഈ റിജക്ഷനിൽ എത്ര പേർക്ക് ട്രേഡ് എടുക്കാൻ പറ്റിയറിയത്തില്ല. ഈ റിജക്ഷനിൽ ട്രേഡ് കിട്ടിയവർ ഭാഗ്യവാന്മാർ. നല്ല സൂപ്പർ പ്രോഫിറ്റ് ഉണ്ടായിക്കാം. വേറെ കൂടുതലൊന്നും പറയാനില്ല. പ്രൈസ് ആക്ഷൻ എല്ലാം ക്ലിയർ ആയിരുന്നു, വെരി ക്ലിയർ ആയിരുന്നല്ലോ. നോക്കി കണ്ടല്ലോ, ഇവിടെ വന്നു, റിജക്ഷൻ വന്നു, റീടെസ്റ്റ് ചെയ്തു, വീണ്ടും റിജക്ഷൻ വന്നു. സുന്ദരമായിട്ട് പ്രൈസ് ആക്ഷൻ വെരി സിമ്പിളായിരുന്നു. ഇവിടുന്ന് ബാങ്ക് നിഫ്റ്റിയിൽ സുന്ദരമായിട്ട് ട്രേഡ് കിട്ടി, സുന്ദരമായിട്ട്. ഓക്കെ, വേറെ കൂടുതലൊന്നും പറയാനില്ല. റേഞ്ച് ഇത് തന്നെ, വേറെ ഒന്നുമില്ല. ഇതിനകത്ത് തന്നെ എവിടെ ഓപ്പൺ ചെയ്യുന്നു അങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നു, നോക്കി ചെയ്യുക. വേറെ മാത്രമൊന്നുമില്ല. നമ്മുടെ മിഡ് ക്യാപ്പിൽ നമ്മൾ റേഞ്ച് ബൗണ്ടാണ് ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. ഈ റേഞ്ചിനകത്ത് തന്നെ, ആ റേഞ്ച് ബൗണ്ടിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ ആ റേഞ്ച് ബൗണ്ട് എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നത് നോക്കിയിട്ട് മാത്രം ഒരു ട്രേഡിനെ പറ്റി ചിന്തിക്കുക. ഇവിടുന്ന് ഒരു ട്രെൻഡ് ലൈൻ ഇങ്ങനെ കിടക്കുന്നു നോക്കട്ടെ, ചുമ്മാ അവിടെ വരച്ചിട്ടേ. ചിലപ്പോൾ ഇങ്ങനെ പോകാനുള്ള സാധ്യത ഉണ്ട് ഒരു പക്ഷെങ്കിൽ, നോക്കാം. ഓക്കെ, അപ്പോൾ ഈ മിഡ് ക്യാപ്പിനകത്ത് വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല. എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നു അങ്ങോട്ട്, ഇവിടുന്ന് മേലോട്ട് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് ട്രേഡ് ഉണ്ട്. ഫസ്റ്റ് ടാർഗറ്റ് ഈ ഹൈ ആണ്. അല്ലെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ടൂടെ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, ഗ്ലോബലി വളരെ മോശമാണ്. ഇതാ നോക്കിക്കേ നിങ്ങൾ, US ഡൗ ജോൺസ് 319 പോയിൻറ്റ് നെഗറ്റീവിലാണ് ഓടുന്നത്. നാസ്ഡാക്ക് 155 പോയിൻറ്റ്. എന്താ സംഭവിച്ചതെന്ന് ഒന്ന് പോയി നോക്കണം, എന്താണ് സംഭവിച്ചത്. ഓക്കെ, എനിവേ, അപ്പോൾ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു.